Hi guys, so iOS 18 ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് 15 Pro Maxൽ. അപ്പോൾ നമുക്ക് നിലവിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കപ്പും കാര്യങ്ങളൊന്നും ലൂസ്ഡ് ആയിട്ടില്ല. വേറെ പ്രശ്നങ്ങൾ ഇതുവരെ വേൾഡ് വൈഡ് ആണെങ്കിലും വേറെ ഇഷ്യൂസ് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ iOS 18 ചെയ്തപ്പോൾ വന്ന ബേസിക് കുറച്ച് ചേഞ്ചുകളുണ്ട്, നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. അതാണ് ഞാൻ കാണിക്കാം. 15 Pro Maxൽ ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി. നമുക്ക് നമ്മുടെ ബോട്ടം ക്വിക്ക് ആക്സസുകൾ ചേഞ്ച് ചെയ്യാമ്പോൾ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ കൺട്രോൾ സെൻറ്റർ മൊത്തത്തിൽ മാറ്റാൻ പറ്റും. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ പഴയതുപോലെ തന്നെയാണ് വെച്ചേക്കുന്നത്. അധികം കസ്റ്റമൈസ് ചെയ്യുന്നത് എൻ്റെ ഹാൻഡി ആയിട്ട് എനിക്കിതാണ് എളുപ്പം എന്ന് തോന്നിയുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. എല്ലാവരും നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അത് വേറെ. പിന്നെ ടോർച്ച് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച പോലെ തന്നെ നോർമലായിട്ട് വന്നതിലും കുറച്ച് ഫാൻസി ആയിട്ടുണ്ട് എന്ന് പറയാം. ബട്ട് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദാറ്റ്. പിന്നെ ഐക്കൺ റീഅറേഞ്ചിങ്ങും വന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഗാലക്സി വൈ എടുത്ത കാലം തൊട്ടേ ഉള്ളതാണ്, പക്ഷേ ഈ ഫോണിൽ ആദ്യമായിട്ടാണ് കിട്ടിയത്. പിന്നെ താനോസ് അപ്ഡേറ്റ് ഉണ്ട്, അതൊരു എക്സൈറ്റിംഗ് ഒന്നാണ്. അതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മുടെ ടെലഗ്രാമിൽ നിന്നും കോപ്പി അടിച്ചേക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ്. നമുക്ക് വേണ്ടാത്ത സ്ക്രീനുകൾ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. സഫാരി ചെന്നിട്ട് നമുക്ക് വേണ്ടാത്ത, നമുക്കിപ്പോൾ ഒരു ആഡ് വന്നിട്ടുണ്ടെങ്കിൽ ആഡ് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഫാരി ചെന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പോകണം നമ്മുടെ ടെലഗ്രാമിലെ ഒരു അപ്ഡേറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അത് നന്നായിട്ടുണ്ട്. അതെനിക്ക് ഇപ്പോൾ ഈ അപ്ഡേറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് അതാണ്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ഐക്കൺസിൻ്റെ ഈ തീമിൽ നമുക്കിപ്പോൾ സെപ്പറേറ്റ് വേണം. ഇപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ മാപ്പ്, ഇപ്പോൾ എനിക്ക് മാപ്പിൻ്റെ അകത്തുള്ളത് ബഡ്ജറ്റായിട്ട് മാറ്റണമെങ്കിൽ ഇതാ എനിക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ ഈ പൊസിഷനിങ് ചേഞ്ച് ചെയ്താൽ മതി. ജസ്റ്റ് ആപ്പിൽ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ എൻലാർജിങ്ങും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുകയും ചെയ്യാം, ഡീറ്റെയിൽ അല്ലാതെയും കാണാം. അത് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് അത്. അപ്പോൾ നമ്മുടെ മെസ്സേജസ് ഒക്കെ നമുക്ക് അങ്ങനെ എൻലാർജ് ചെയ്ത് കാണാൻ കഴിയും. പിന്നെ ടോട്ടൽ കസ്റ്റമൈസേഷൻ, അത് ബ്ലാക്കും നമ്മുടെ ടോട്ടലി നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആൻഡ്രോയിഡിലെ 10 വർഷത്തെ അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലാസ്റ്റ് ഇതിൽ ഐഫോണിലും വന്നിട്ടുണ്ടെന്ന് പറയാം. അത്രയേ ഉള്ളൂ. വേറെ ഇത് വലിയ എക്സൈറ്റ്മെൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഐഫോൺ മാത്രം യൂസ് ചെയ്ത് നമുക്ക് ഇതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഇരിക്കുന്ന സാംസങ്ങിൻ്റെ പഴയ ഫോണുകളിലെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വിക്ക് ആക്സസ്, മറ്റ് ഷട്ട് ഡൗൺ ചെയ്യുന്ന ഓപ്ഷൻസ്, അതുകൊണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന. ഇതിലിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് താനോസ് അപ്ഡേറ്റ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ബാറ്ററി. കാരണം എൻ്റെ OS 17 ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ബാറ്ററി ഡ്രെയിനിൻ്റെ ഒരു 30% ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി അത്ര ഡ്രെയിൻ ആകുന്നില്ല എൻ്റെ. ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബാറ്ററി ടോട്ടൽ പെർസെൻറ്റേജ് അല്ല, ഡെയിലി യൂസ് അത്രയ്ക്ക് അങ്ങ് ഡ്രോപ്പ് ആവുന്നില്ല. അതെനിക്കൊരു ഭയങ്കര ചേഞ്ച് ആയിട്ട് തോന്നിയത്. പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ചതിച്ചു ഗൈസ്. ആപ്പിൾ ഇൻ്റലിജൻസ് 18.1 അപ്ഡേറ്റിലാണ് തുടങ്ങുന്നത്. അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇത്ര നേരത്തെ കയറി അപ്ഡേറ്റ് ചെയ്തത്. പക്ഷേ ഡിസപ്പോയിൻറ്റഡ്.